നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വീണ്ടും കൂട്ടി. SSE ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇരട്ടി പ്രഹരം. വൈദ്യുതി വില വീണ്ടും വർദ്ധിച്ചു. പുതുക്കിയ നിരക്ക് അടുത്ത മാസം മുതൽ തുടങ്ങും. അയർലൻഡിൽ കാതറിൻ കനോലിയെ പിന്തുണച്ച് ഗ്രീൻ പാർട്ടി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാതറിൻ കനോലിയെ പിന്തുണച്ച് ഗ്രീൻ പാർട്ടി. പാർട്ടി വക്താവ് റോഡ്രിക്കോ ഗോർമനാണ് ഇക്കാര്യം അറിയിച്ചത്. അയർലൻഡിൽ ഗാർഡയിൽ നിന്നും പുറത്തായത് 15 ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ 16 മാസത്തിനിടെ ഗാർഡ സേനയിൽ നിന്നും പുറത്തായത് 15 ഉദ്യോഗസ്ഥർ. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി കണ്ടെത്തിയവരാണ് ഇവർ. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാജിവെച്ച് പോയവരാണ് ഇവരിൽ ഭൂരിഭാഗവും. ലിക്വിഡ് നിയമങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് കോർക്ക് വിമാനത്താവളം. ലിക്വിഡ് നിയമങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് പ്രഖ്യാപിച്ച് കോർക്ക് വിമാനത്താവളം. പുതിയ സ്കാനിംഗ് സംവിധാനങ്ങളുടെ സജ്ജീകരണം പൂർത്തിയായാൽ ഉടൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അയർലൻഡിൽ കാർ ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള നഗരമായി ഡബ്ലിൻ. കാർ യാത്ര ഏറ്റവും ബുദ്ധിമുട്ടേറിയ നഗരങ്ങളിലൊന്നായി ഡബ്ലിൻ. നേഷൻ വൈഡ് വെഹിക്കിൾ കോൺട്രാക്ട്സിന്റെ ഗവേഷണത്തിലാണ് നിർണായക കണ്ടെത്തൽ. യൂറോപ്പിൽ ഡിജിറ്റൽ യൂറോ പദ്ധതി ഉടൻ നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ ധനമന്ത്രിമാർ തീരുമാനത്തിലെത്തി. ഡിജിറ്റൽ യൂറോയുമായി മുന്നോട്ടു പോകാനാണ് ധനമന്ത്രിമാരുടെ തീരുമാനം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ മുൻ പ്രധാനമന്ത്രി ബെർട്ടി അർഹെൻകോയ്. തനിക്ക് ജിംഗാവിനെയും ഹെദർ ഹംഫ്രീസിനെയും നന്നായി അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുടിയേറ്റം സംബന്ധിച്ച RTEയുടെ ഡോക്യുമെന്ററിയിൽ വിവാദം. അയർലൻഡിലേക്കുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് വിവാദത്തിന് കാരണമായത്. ടോൾ വെട്ടിപ്പിനെ തുടർന്ന് ഡബ്ലിൻ ഷെരീഫ് പിടിച്ചെടുത്തവയിൽ ഓഡിയും ലാൻഡ് റോവറും. ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ 43ഓളം വാഹനങ്ങളാണ് ജൂൺ വരെ ഡബ്ലിൻ ഷെരീഫ് പിടിച്ചെടുത്തത്. ഡോസൺ സ്ട്രീറ്റിലെ കോക്ടെയിൽ ബാറിലുണ്ടായ തീപിടുത്തം കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്ന് പോലീസ്. സംഭവത്തിൽ ഊർജിത അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാന് സൗദി പ്രതിരോധം തീർക്കും. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായാൽ സൗദി അറേബ്യ പാകിസ്ഥാന്റെ സഹായത്തിനെത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. H1B വിസ ഫീസ് 88 ലക്ഷം രൂപയാക്കി. H1B വിസയുടെ വാർഷിക ഫീസ് $1 ലക്ഷം ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H1B വിസ. ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കും തോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കുമെന്നും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭറായി മാറണമെന്നും പ്രധാനമന്ത്രി. കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥ ഡി ശിൽപയെ കർണാടക കേഡറിലേക്ക് മാറ്റാനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിലെയും രാജ്യത്തെയും അയ്യപ്പ ഭക്തർ വിധിക്ക് എതിരാണെന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യമായി. സർക്കാർ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുവെന്നും കടകംപള്ളി. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. സിനിമാ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ശതാബ്ദങ്ങളായി പരിശ്രമിക്കുന്ന മഹാപ്രതിഭ എന്നാണ് പുരസ്കാര പ്രഖ്യാപന വേളയിൽ മോഹൻലാൽ വിശേഷിക്കപ്പെട്ടത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനവുമായി സഞ്ജു സാംസൺ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബാറ്റിംഗിനിറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനവുമായി മലയാളി താരം സഞ്ജു സാംസൺ. ഒമാനെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായാണ് സഞ്ജു ഇന്ത്യൻ ഇന്നിംഗ്സിൽ കരുത്തായത്. 45 പന്തിൽ 56 റൺസെടുത്താണ് താരം മടങ്ങിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. സെപ്റ്റംബർ 22ഓടെ ഇത് വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അയർലൻഡിൽ യെല്ലോ വാർണിംഗ്. അയർലൻഡിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇതേ തുടർന്ന് 14 കൌണ്ടികളിൽ യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു. ഇന്ന് രാത്രി മുതൽ വാർണിംഗ് നിലവിൽ വരും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.